അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 6/1/2025 മുതൽ 10/1/2025 വരെയുള്ള ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക് ആണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോകാം. എന്താണ് ആദ്യത്തെ ടോപ്പിക്? എന്താണ്? ടൊബാക്കോ ബോർഡ് ആണ്. എന്താണ് ഈ ടൊബാക്കോ ബോർഡ്? എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? എന്താണ്? ഓൺ ഇറ്റ്സ് ഫോർമേഷൻ ഡേ, ടൊബാക്കോ ബോർഡ് highlights that earnings of Flukered Virginia (FCV) tobacco farmers have more than doubled between 2019-20 and 2023-24. ഓക്കെ, എന്താണ് ഇതൊരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക് ആയിട്ട് എന്താണ് വരാനുള്ള കാരണം? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ FCV ടൊബാക്കോ എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു ഹൈ ക്വാളിറ്റി അരോമാറ്റിക് ടൊബാക്കോ വെറൈറ്റി ആണ്. ഓക്കെ, പ്രധാനമായിട്ടും സിഗരറ്റ് പോലുള്ള പ്രൊഡക്ഷൻസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് കറന്റ് ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ടൊബാക്കോ ഇൻ വേൾഡ് ആഫ്റ്റർ ചൈന. അതായത് എന്താണ് ഇനി ഇന്ത്യയിലെ ടൊബാക്കോ പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ലോകത്ത് 2ാം സ്ഥാനത്താണ് എന്നുള്ളതാണ്. അതായത് എന്താ പറയുന്നത് ടൊബാക്കോ പ്രൊഡക്ഷനിൽ 1ാം സ്ഥാനത്ത് നമുക്ക് ആരെയാണ് കാണാൻ പറ്റുക? ചൈനയും. അതുപോലെ തന്നെ 2ാം സ്ഥാനത്ത് ആരാണ്? ഇന്ത്യയുമാണ് ഉള്ളത്. അതുപോലെ തന്നെ FCV പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ അതില് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? 4th പ്ലേസ് ആണ്. 4ാം സ്ഥാനത്താണ് ആര് നിൽക്കുന്നത്? ഇന്ത്യ നിൽക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ ടൊബാക്കോ ബോർഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എവിടെയാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കാണപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് എന്ത് ചെയ്യുന്നത് ടൊബാക്കോ ബോർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ത് ചെയ്യുന്ന കാണുക. ഇനി 1975 ടൊബാക്കോ ബോർഡ് ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് 1976 ജാനുവരി 1 എന്ത് ചെയ്യുന്നത് ടൊബാക്കോ ബോർഡ് നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഇനി പ്രധാനമായിട്ടും ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പ്രൊമോട്ട് ഡെവലപ്മെന്റ് ഓഫ് ടൊബാക്കോ ഇൻഡസ്ട്രി. അതായത് എന്താണ് ടൊബാക്കോ ഇൻഡസ്ട്രി എന്ത് ചെയ്യുക അതിന്റെ ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക പ്രൊമോട്ട് ചെയ്യുക. ഇൻക്ലൂഡിംഗ് റെഗുലേഷൻ ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്പോർട്ട് ഓഫ് FCV ഓഫ് ടൊബാക്കോ. അതായത് ഈ ടൊബാക്കോ നിർമ്മിക്കുമ്പോൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ റെഗുലേഷൻസ്, അതായത് എന്ത് ചെയ്യുക നിയമങ്ങൾ എന്ത് ചെയ്യുക കൊണ്ടുവരിക. അതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുക. അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇത് ഏത് മിനിസ്റ്ററുടെ അണ്ടറിലാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മിനിസ്റ്ററുടെ അണ്ടറിലാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ അണ്ടറിലാണ് ഏത് വരുന്നത് ഈ ടൊബാക്കോ ബോർഡ് എന്താണ് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത് റൈറ്റ് ടു പ്രോപ്പർട്ടി. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള അല്ലെങ്കിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്താണ് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം എന്താണ്? The Supreme Court stated that while the right to property is no longer a fundamental right, it remains a constitutional and recognized human right. പ്രോപ്പർട്ടി അഥവാ സ്വത്തവകാശം. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും 7 മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് എത്ര മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര മൗലികാവകാശങ്ങളാണ്? 7 മൗലികാവകാശങ്ങളാണ് എന്താണ് നമുക്ക് ഉണ്ടായിരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റും. ഓക്കെ, അത് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഒന്ന് ഏതാണ്? റൈറ്റ് ടു ഈക്വാലിറ്റി. അതുപോലെ തന്നെ 2 ഏതാണ്? റൈറ്റ് ടു ഫ്രീഡം. ആൻഡ് 3 റൈറ്റ് against
exploitation and 4 right to freedom of religion 5 cultural and educational rights 6 right to property 7 right to constitutional remedies. ഇങ്ങനെ 7 മൗലികാവകാശങ്ങളാണ് നമുക്ക് എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. പിന്നീട് എന്ത് ചെയ്തു റൈറ്റ് ടു പ്രോപ്പർട്ടിയെ നമ്മൾ പൂർണ്ണമായിട്ടും ഏതിൽ നിന്ന് മാറ്റുന്നുണ്ട് ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് എന്താണ് മാറ്റുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എഫിലും അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 31 എന്ത് പറഞ്ഞിരുന്നത് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്ന് പറഞ്ഞിരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, പക്ഷെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട് 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1978 എന്ത് ചെയ്തു ഈ പറയുന്ന ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എഫിൽ നിന്നും അതുപോലെ തന്നെ ആർട്ടിക്കിൾ 31 നിന്നും എന്ത് ചെയ്യുന്നുണ്ട് ഈ റൈറ്റ് ടു പ്രോപ്പർട്ടിയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആർട്ടിക്കിൾ 300A അല്ലെങ്കിൽ ആർട്ടിക്കിൾ 300A എന്ത് ചെയ്യുന്നുണ്ട് മാറ്റുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും. നിലവില് ആർട്ടിക്കിൾ 300A പറയുന്ന എന്താ no person shall be deprived of his property save by authority of law. അതായത് എന്താണ് നിയമാനുസൃതമായിട്ട് എന്ത് ചെയ്യാം നമുക്ക് പ്രോപ്പർട്ടി എന്ത് ചെയ്യാം കയ്യിൽ വെക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, നിയമാനുസൃതമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പ്രോപ്പർട്ടി എന്ത് ചെയ്യാൻ പറ്റും കയ്യിൽ വെക്കാൻ പറ്റും എന്നാണ് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റില്ല. ഇനി അതായത് നിലവിൽ ആർട്ടിക്കിൾ 300A എന്ന് വിളിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ അതിനെ എന്ത് വിളിക്കാം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അല്ലെങ്കിൽ എന്താണ് ലീഗൽ റൈറ്റ് എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത് ആർട്ടിക്കിൾ 300A അറിയപ്പെടുന്നത്. ഓക്കെ, അതായത് പ്രോപ്പർട്ടി നമുക്ക് കയ്യിൽ വെക്കാനുള്ള അവകാശമുണ്ട്, പക്ഷെ നിയമാനുസൃതമായിട്ട് നാളെ ഗവൺമെന്റ് വേണമെങ്കിൽ ഇപ്പൊ ഒരു നാഷണൽ ഡെവലപ്മെന്റ് പ്രൊജക്ടിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി പിടിച്ചെടുക്കാനൊക്കെ അവകാശമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ചിലപ്പോൾ ചോദിക്കാം ഇതിന് കാരണമായ കേസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തു വെക്കുക ഏറ്റവും ഫേമസ് ആയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ കേസുകളിലൊന്നാണ് ഏതാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973. അതായത് 1973 നടന്ന കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973 കേസിലാണ് എന്ത് പറയുന്നത് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നതല്ല ഒരു മൗലികാവകാശമല്ല എന്നാര് പറയുന്നത് സുപ്രീം കോർട്ട് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം. ഓക്കെ, നെക്സ്റ്റ് വൺ നാഷണൽ സ്പോർട്സ് അവാർഡ്സ് 2024. എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം എന്താണ് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് അനൗൺസ്ഡ് നാഷണൽ സ്പോർട്സ് അവാർഡ്സ് 2024 ടു ബി അവാർഡഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇതാണ് ഇത് എന്തിൽ വരാനുള്ള കാരണം ഇത് ന്യൂസിൽ വരാനുള്ള ഒരു കാരണമായിട്ട് എന്താണ് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി നമ്മള് നാഷണൽ സ്പോർട്സ് അവാർഡ്സിനെ 2024 എന്താണ് നാഷണൽ സ്പോർട്സ് അവാർഡ്സിനെ കുറിച്ച് നോക്കാൻ പോവാണ്. എന്താണ് പറയുന്നത് ദേ ആർ എ കളക്ഷൻ ഓഫ് 6 അവാർഡ്സ് ഗിവൺ
സ്പോർട്സ് പേഴ്സൺസ്, കോച്ചസ് ഓർ ഓർഗനൈസേഷൻ. ഏകദേശം 6ഓളം അവാർഡുകളാണ് ആൾക്കൊക്കെ കൊടുക്കുന്നത്. സ്പോർട്സ് പേഴ്സൺസിന്, കോച്ചസിന്, അതുപോലെ തന്നെ എന്താണ് ഓർഗനൈസേഷൻസിനൊക്കെ കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതിൽ പ്രധാനപ്പെട്ടാണ് ഇത് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് 2024 എന്ന് വിളിക്കുന്നത്. ഇത് ആർക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ഒന്ന് ഗുകേഷ് ഡി, ചെസ്സുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ ആരാണ്? ഹർപ്രീത് സിംഗ് ആണ്, ഹോക്കി, ആൻഡ് പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്, ആൻഡ് മനു ഭാസ്കർ ഷൂട്ടിംഗ് ആണ്. ഇനി ഇത് എന്തിനു കൊടുക്കുന്ന അവാർഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഗിവൻ ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഓവർ പീരീഡ് ഓഫ് 4 years. 4 വർഷത്തിൽ കൂടുതൽ ആ മേഖലയിൽ എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചവർക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു അവാർഡ് കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഇത് കൂടാതെ വരുന്ന പ്രധാനപ്പെട്ട സ്പോർട്സ് അവാർഡുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഏതാണ്? അർജുന അവാർഡാണ്. അതുപോലെ തന്നെ എന്താണ് അർജുന ലൈഫ് ടൈം അവാർഡ്, ദ്രോണാചാര്യ അവാർഡ്, അത് കോച്ചസിനാണ്. പിന്നെ ആരാണ്? പിന്നെ ഏതാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫിയാണ്. എന്താണ്? ടോപ്പ് പെർഫോമിംഗ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ആണ്. പിന്നെ വരുന്ന ഏതാണ്? രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാറാണ്. എന്താണ്? ഓർഗനൈസേഷൻസ് ഇൻഡിവിജ്വൽസ് ഫോർ സ്പോർട്സ് പ്രൊമോഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ഓവർ അറ്റ്ലീസ്റ്റ് 3 years. ഇതാണ് ബാക്കിയുള്ള എന്താണ് അവാർഡുകൾ. അങ്ങനെ ഏകദേശം പ്രധാനപ്പെട്ട 6 അവാർഡുകളാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് ഈ സ്പോർട്സ് അവാർഡ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ആണ് എന്ത്? റാണി വേലു നെച്ചിയാർ. കാലഘട്ടം ഏതാണ്? 1730 മുതൽ 1796 വരെയാണ് കാലഘട്ടം. ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? എന്താ? പ്രൈം മിനിസ്റ്റർ പെയ്ഡ് ട്രൈബ്യൂട്ട് ടു റാണി വേലു നെച്ചിയാർ ഓൺ ഹെർ ബർത്ത് ആനിവേഴ്സറി. ഓക്കെ, ഇതാണ് ഇത് എന്തിൽ വരാനുള്ള കാരണം? ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റാണി വേലു നെച്ചിയാറിനെ കുറിച്ച് അറിയാൻ അല്ലെങ്കിൽ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ എന്താണ്? ഷീ വാസ് പ്രിൻസസ് ഓഫ് രാമനത്തപുരം. ഓക്കെ, ഇന്നത് തമിഴ്നാട് ഡിസ്ട്രിക്റ്റ് ആണ് കാണാൻ പറ്റുക. ആൻഡ് ചൈൽഡ് ഓഫ് റൂളർ ഓഫ് രാമാനന്ദ് കിങ്ഡം. ഇനി തമിഴിൽ ഇവർ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പേരിലാണ്? വീരമങ്കൈ എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ഇൻഹെറിറ്റന്റ് ശിവ ഗംഗൈ കിങ്ഡം ഓഫ് ഹെർ ഹസ്ബൻഡ്. അതുപോലെ തന്നെ എന്താണ് അവർ ഏതൊക്കെ ലാംഗ്വേജിൽ എക്സ്പേർട്ട് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ലാംഗ്വേജസിലായിരുന്നു? ഫ്രഞ്ച്, ഇംഗ്ലീഷ്, ഉറുദു തുടങ്ങിയ ലാംഗ്വേജിൽ അവരെന്താണ് എക്സ്പേർട്ട് ആയിരുന്നു എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ഇനി ഇവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? ഷീ വാസ് ഫസ്റ്റ് ക്യൂൻ ഹാവ് എവർ ആക്റ്റീവ്ലി ഓപ്പോസ്ഡ് ബ്രിട്ടീഷ് റൂൾ. ഓക്കെ, അതായത് ബ്രിട്ടീഷ് റൂളിനെതിരെ ഫൈറ്റ് ചെയ്ത ആദ്യത്തെ ക്യൂൻ എന്നുള്ള പദവി ആർക്കാണ്? ഇവർക്കാണ്. ഇൻ കൊളാബറേഷൻ വിത്ത് ഹൈദരലി ആൻഡ് ഗോപാല നിയങ്ക വേജ്ഡ് വാർ അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. അതുപോലെ തന്നെ എന്താണ് went on produce first human bomb and established first army of trained women soldiers. അതായത് എന്താണ് ഫസ്റ്റ് ഹ്യൂമൻ ബോംബ് പ്രൊഡ്യൂസ് ചെയ്തും അതുപോലെ തന്നെ എന്താണ് ഫസ്റ്റ് വുമൻസ് സോൾജേഴ്സിന് എന്താണ് വാർത്തെടുത്തതും ആരായിരുന്നു? ഈ വ്യക്തി ആയിരുന്നു എന്നുള്ള പ്രത്യേകതയും ആർക്കുണ്ട്? ഇവർക്ക് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് പോവർട്ടി അഥവാ ദാരിദ്ര്യം. ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? എന്താണ്? The Ministry of Rural Development highlighted the progress of the Pradhan Mantri Awas Yojana Gramin (PMAYG) and emphasized intensifying effort to create poverty-free villages. Okay, ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഇനി പോവർട്ടിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? According to the World Bank, poverty in the lack of sufficient income or resources to meet basic needs. അതായത് എന്താണ് നമുക്ക് നമ്മുടെ ബേസിക് നീഡ്സ് അല്ലെ, ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫുഡ്, ഷെൽട്ടർ അല്ലെ, അത് മീറ്റ് ചെയ്യാൻ വേണ്ട സഫീഷ്യന്റ് ഇൻകമോ അല്ലെങ്കിൽ റിസോഴ്സസോ ഇല്ലാത്തൊരവസ്ഥയെ നമുക്ക് വിളിക്കുന്ന പേരാണ് ഇത് പോവർട്ടി. ഇറ്റ് ക്യാൻ ബി manifest as deprivation in areas like housing, food, health അല്ലെ. പ്രധാനമായിട്ടും നമുക്ക് വേണ്ട 3 ബേസിക് നീഡ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന് ഏതാണ്? ഹൗസിംഗ്. 2 ഏതാണ്? ഫുഡ്. 3 ഏതാണ്? ഹെൽത്ത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്?
പോവേർട്ടി എന്നുള്ള പേരിൽ വിളിക്കുന്നത്. അതായത് ഈ 3 ബേസിക് നീഡ്സ് എന്താണ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണത്. ഇനി അതിൽ 2 ടൈപ്പ് പോവേർട്ടി നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഏതാണ്? ആബ്സല്യൂട്ട് പോവേർട്ടിയും, 2 എന്താണ്? റിലേറ്റീവ് പോവേർട്ടിയും. അതായത് ആബ്സല്യൂട്ട് പോവേർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ കണ്ടീഷൻ വേർ ഇൻഡിവിജ്വൽ ലാക്ക് ഓഫ് ദ റിസോഴ്സസ് ടു മീറ്റ് ബേസിക് നീഡ്സ്. അതായത് നമ്മുടെ ബേസിക് നീഡ്സ് എന്താണ് സാറ്റിസ്ഫൈ ചെയ്യാൻ റിസോഴ്സസ് നമ്മളെ കയ്യിലില്ലാത്ത അവസ്ഥ. ഇപ്പൊ ഉദാഹരണമായിട്ട് ഫുഡ്, ഷെൽട്ടർ, ഹെൽത്ത് കെയർ, അല്ലെ? നമ്മുടെ ഇന്ത്യ മെഷർ ചെയ്യുന്നതാണ് ഈ ആബ്സല്യൂട്ട് പോവർട്ടി. റിലേറ്റീവ് പോവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോവർട്ടി ഡിഫൈൻഡ് ബൈ ഇൻഡിവിജ്വൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കമ്പയർഡ് ടു അതേഴ്സ് ഇൻ ദ സൊസൈറ്റി. അതായത് സൊസൈറ്റിയിലെ അതേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? റിലേറ്റീവ് പോവർട്ടി. അതായത് പ്രധാനമായിട്ടും എക്കോണമിക് ഇൻഈക്വാലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന റിലേറ്റീവ് പോവേർട്ടി എന്താണ് മെഷർ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ 2 ടൈപ്പ് പോവേർട്ടിയാണ് പ്രധാനമായിട്ടുള്ള. ഒന്ന് എന്താണ്? ആബ്സല്യൂട്ട് പോവേർട്ടിയും, 2 ഏതാണ്? റിലേറ്റീവ് പോവേർട്ടി. ഓക്കെ, ഇനി ഇന്ത്യയിൽ നമ്മൾ നോക്കുന്ന ആബ്സല്യൂട്ട് പോവേർട്ടിയാണ്. അതും നമ്മൾ നോക്കുന്ന മെത്തേഡ് ഏതാണ്? ഹെഡ് കൗണ്ട് മെത്തേഡാണ്. ഓക്കെ, നമ്മൾ നോക്കുന്ന ഏതാണ്? ഹെഡ് കൗണ്ട് മെത്തേഡാണ് നമ്മൾ നോക്കുന്നത്. ഓരോ 5 വർഷം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പോവേർട്ടി എന്താണ് മെഷർ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഇനി ആരാണ് മെഷർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? NSS ആണ്, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് ആണ്. നീതി ആയോഗിന്റെ നോഡൽ ഏജൻസികളിൽ ഒന്നാണ് ഈ NSSO എന്ന് വിളിക്കുന്നത്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ അണ്ടറിൽ, മോസ്റ്റ് അണ്ടറിൽ വർക്ക് ചെയ്യുന്ന സർവേ ഏജൻസി കൂടിയാണ് ഈ പറയുന്ന ഏത് എന്ന് വിളിക്കുന്നത്? NSSO എന്നുള്ള പേരിൽ എന്താണ് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഏത്? ടൈപ്സ് ഓഫ് റിന്യൂവബിൾ എനർജി. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? NIA achieves 100% conviction rate in 2024 by successfully solving major terrorism and criminal cases. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. ഓക്കെ, ഇതില് പ്രധാനമായിട്ടും എത്ര ടൈപ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം വരുന്നതാണ് ഇത് സോളാർ എനർജി. എന്താണ്? ഹാർനസ്ഡ് ഫ്രം ദ സൺസ് റേഡിയേഷൻ യൂസിങ് സോളാർ പാനൽസ് ഓഫ് സോളാർ തെർമൽ സിസ്റ്റം. സോളാർ പാനൽസും സോളാർ തെർമൽ സിസ്റ്റംസും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഈ സോളാർ എനർജി. പിന്നെ വരുന്നതാണ് ഇത് വിൻഡ് എനർജി. എന്താണ്? ജനറേറ്റഡ് ബൈ കൺവെർട്ടിംഗ് ദ കൈനറ്റിക് എനർജി ഓൺ വിൻഡ് ഇൻ ടു ഇലക്ട്രിസിറ്റി വിത്ത് വിൻഡ് ടർബൈൻസ്. അതായത് വിൻഡ് ടർബൈൻസ് വെച്ച് കാറ്റിനെ എന്താണ് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നതാണ് വിൻഡ് എനർജി. പിന്നെ വരുന്നതാണ് ഇത് ഹൈഡ്രോ പവർ. എന്താണ്? പ്രൊഡ്യൂസ്ഡ് ബൈ ഹാർനസിംഗ് ദ എനർജി ഫ്ലോയിങ് വാട്ടർ, റിവേഴ്സ്, ഡാം, വാട്ടർഫാൾസ്, അല്ലെ? നമ്മൾ എന്താണ് ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്? അതായത് എന്താണ് ഈ ഡാമിലൊക്കെ എന്താണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ എന്താണ് ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് എന്താണ് അതിനെ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നത്. പിന്നെ വരുന്നതാണ് ഇത് ബയോമാസ് എനർജി. എന്താണ്? ക്രിയേറ്റഡ് ഫ്രം ഓർഗാനിക് മെറ്റീരിയൽസ് ലൈക്ക് പ്ലാന്റ് റെസിഡ്യൂസ്, അനിമൽസ് വേസ്റ്റ്, ഹീറ്റിംഗ്, ഇലക്ട്രിസിറ്റി ആൻഡ് ബയോഫ്യൂവൽസ്. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് ജിയോ തെർമൽ എനർജി. എന്താണ്? ഡെറൈവ്ഡ് ഫ്രം എർത്ത് ഇന്റർണൽ ഹീറ്റ്, ഹോട്ട് വാട്ടർ, സ്റ്റീം ഫോർ ഇലക്ട്രിസിറ്റി ജനറേഷൻ ആൻഡ് ഡയറക്റ്റ് ഹീറ്റിംഗ് ആണ്. പിന്നെ വരുന്നതാണ് ടൈഡൽ ആൻഡ് വേവ് എനർജി. എന്താണ്? യൂസസ് ഓഷ്യൻ വാട്ടർ മൂവ്മെന്റ്, അല്ലെ? ഓഷ്യൻ വാട്ടർ മൂവ്മെന്റിനെ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നതാണ് ടൈഡൽ ഓർ വേവ് എനർജി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് റിന്യൂവബിൾ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ എടുത്ത ഇനീഷ്യേറ്റീവ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒന്ന്, പ്രധാനമന്ത്രി കിസാൻ ഊർജ സുരക്ഷ ഏവം ഉത്തം മഹനീയം PM കുസും ആൻഡ് PLI സ്കീം ഫോർ സോളാർ PV modules, പ്രധാനമന്ത്രി സൗരോർജ യോജന. നെക്സ്റ്റ് വൺ, സോളാർ പാർക്സ് ആൻഡ് അൾട്രാ മെഗാ സോളാർ പവർ ആൻഡ് ഗ്രീൻ എനർജി കോറിഡോർ സ്കീം, നാഷണൽ ഗ്രീൻ എനർജി ഹൈഡ്രോജൻ മിഷൻ, നാഷണൽ ബയോ എനർജി പ്രോഗ്രാം ആൻഡ് FDI ഇൻ റിന്യൂവബിൾ എനർജിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി നോക്കണം. ഇത്തരം സ്കീമുകൾ ഓക്കെ എന്നാണ് ലോഞ്ച് ചെയ്തത്, അതുപോലെ ഇത് എത്രത്തോളം ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞു, അതുപോലെ തന്നെ ഇതിന്റെ ഫണ്ടിങ് എത്രത്തോളം എമൗണ്ട് ഇതിനു വേണ്ടി ഫണ്ടിങ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ വാലിഡിറ്റി എത്ര കാലത്തേക്കാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ ഇത്തരം കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം നിങ്ങൾ പഠിക്കുമ്പോൾ എന്താണ് സ്കീമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യണം
നോക്കണം എന്നുള്ളതാണ്. ഓക്കെ, ചിലപ്പോൾ ചോദ്യം വരുന്നത് അങ്ങനെയായിരിക്കും, ഇത് എന്നാണ് ലോഞ്ച് ചെയ്തത്, അല്ലെങ്കിൽ ഇത് ഏത് ഏരിയയുമായി ബന്ധപ്പെട്ട് അല്ലെ. നമ്മൾ പല പല സ്കീമുകൾ പഠിക്കുന്നുണ്ട്. അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടുണ്ട്, അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്കീമുകളുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചിരിക്കണം. അത്തരം സ്റ്റാറ്റിക് GK ക്വസ്റ്റ്യൻസ് ഈ സ്കീമുമായി ബന്ധപ്പെട്ട എന്താണ്, അത്തരം സ്റ്റാറ്റിക് GK ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ പ്രധാനമായിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? ഇന്ത്യസ് ഇൻഫ്രാസ്ട്രക്ചർ ഹാസ് ട്രാൻസ്ഫോംഡ് ഓവർ ദ പാസ്റ്റ് 25 years with increased progress and private participation. However, challenges remain as 90% of the required infrastructure is yet to be built to reach $30 trillion economy goal by 2047. ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായി ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന പ്രധാനപ്പെട്ട സ്കീമുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? PM ഗതിശക്തി സ്കീം, ഭാരത് മാല സ്കീം, നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ്ലൈൻ NIP, സാഗർമാല പ്രോജക്ട്, ഉദയ് ദേശ് കാ ആം നാഗരിക് ഉഡാൻ. ഇത്തരം സ്കീമുകളാണ് പ്രധാനമായിട്ടും എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് ഇതിന്റെ പ്രത്യേകതയാണ്, ഇതിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ഈ ഒരു 5 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാനുള്ള നോക്കാം. ഓക്കെ, താങ്ക് യു.